വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രദർശനത്തിനെത്തി. മാസ് ലീഗൽ ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ ശക്തമായ നിയമനിർമ്മാണം നടത്താൻ സിനിമ പ്രേരകമാകട്ടെ എന്ന് നടൻ സുരേഷ് ഗോപി പ്രതികരിച്ചു. തൃശൂർ രാഗം തിയേറ്ററിൽ അണിയറ പ്രവർത്തകർക്കൊപ്പമാണ് സുരേഷ് ഗോപി സിനിമ കാണാനെത്തിയത്. റിലീസിന് മുൻപേ പേരിലെ വിവാദത്തിലൂടെ ചർച്ചയായ JSK എന്ന സിനിമ കൈകാര്യം ചെയ്ത വിഷയം പ്രേക്ഷകർ സ്വീകരിച്ചതായാണ് തിയേറ്ററിൽ നിന്നുള്ള ആദ്യ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. സിനിമയും സിനിമ ചർച്ച ചെയ്യുന്ന വിഷയവും പ്രേക്ഷകർ ഏറ്റെടുത്തതിൽ അഭിമാനമുണ്ടെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. ഏതെങ്കിലും സ്ത്രീകളോട് അറിയാതെ എന്തെങ്കിലും തെറ്റോ ക്രൂരതയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്തതിലൂടെ അതിനൊക്കെ ഏറ്റുപറച്ചിലും മാപ്പ് പറച്ചിലും നടത്തിയിരിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സിനിമ വലിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉയർത്തി ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ ദേശീയ സ്ത്രീ ശാക്തീകരണ നയം അതിന് ചിലപ്പോൾ ഒരു പുതിയ ഏട് കൂടി എഴുതി ചേർക്കാൻ വലിയൊരു പോയിന്റർ ആയിരിക്കും ഈ സിനിമ. അഭിമാനകരമായ നിമിഷമാണെന്നായിരുന്നു സംവിധായകൻ പ്രവീൺ നാരായണന്റെ പ്രതികരണം. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകരിൽ ആകാംക്ഷയും ആവേശവും നിറയ്ക്കുന്ന കോർട്ട് റൂം ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഡേവിഡ് ആബേൽ ഡൊണോവൻ എന്ന വക്കീൽ കഥാപാത്രമായാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി വേഷമിട്ടിരിക്കുന്നത്. ചിത്രത്തിൽ അനുപമ പരമേശ്വരനാണ് ജാനകിയായി എത്തിയത്. പ്രേക്ഷകരിൽ ഉദ്വേഗം നിറയ്ക്കുന്ന കോടതി രംഗങ്ങൾക്കൊപ്പം വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ് സിനിമ റിലീസ് ചെയ്തത്. മാധവ് സുരേഷ് ഗോപി, ബൈജു സന്തോഷ്, ജയൻ ചേർത്തല, ജോയ് മാത്യു തുടങ്ങി വലിയ അഭിനേതാക്കളുടെ നിരയാണ് ചിത്രത്തിലുള്ളത്. ന്യൂസ് മലയാളം, തൃശൂർ.